ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ തൊട്ട് ഉള്ള നമ്മുടെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പം കുറേ നാളായി നമ്മൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പനിയൊക്കെ ആയിരുന്നു, ഭയങ്കര അസ്വസ്ഥതകളൊക്കെ ആയിരുന്നു, തൊണ്ടയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കണ്ടിന്യൂസ് വീഡിയോ ഇടാത്തത് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു എന്നെങ്കിൽ വീഡിയോ എടുത്തേക്കാം. അപ്പം നമ്മുടെ ന്യൂ ഇയർ ആയിട്ടുള്ള ആദ്യത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പം നമ്മൾ ന്യൂ ഇയറിൻ്റെ അന്ന് തന്നെ വ്ളോഗ് എടുത്ത് ഇടണമെന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ തലേന്ന് നമ്മൾ അഴീക്കൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ന്യൂ ഇയറിൻ്റെ ആഘോഷത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റായി. രാവിലെ 2 മണി എങ്ങാണ്ടായപ്പോഴാണ് കേട്ടോ നമ്മൾ വീട്ടിൽ വന്നത്. അപ്പോൾ അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റായി. പിന്നെ വൈശുവിന് സ്കൂളിൽ പോകണമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോഴത്തേക്ക് ഭയങ്കര തിരക്കൊക്കെ ആയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തൊട്ട് എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം രാവിലെ തന്നെ നമ്മൾ ചായ കുടിക്കണം കേട്ടോ. അപ്പോൾ വൈശുവും വാവയും അമ്മൂമ്മയുടെ കൂടെ വെള്ളം ഒഴിക്കാനാണെന്നും പറഞ്ഞിട്ടൊക്കെ പോകുന്നു കേട്ടോ. ചെടിക്ക് വെള്ളം ഒഴിക്കാനാണെന്നും പറഞ്ഞിട്ട് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. രണ്ടുപേരെയും വിളിച്ചിട്ട് വരുന്നില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചായ കുടിക്കാമെന്ന്. അപ്പോൾ ഇന്ന് വൈശുവിന് പോകണ്ട കേട്ടോ. ഇന്ന് വൈശുവിന് അവധിയാണ്. ഇന്ന് മന്നം ജയന്തിയുടെ അവധിയാണ് കേട്ടോ. അതുകൊണ്ട് വൈശുവിന് പോകണ്ടെന്ന് ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്വസ്ഥമായിട്ടിരുന്ന് ചായയൊക്കെ കുടിക്കുന്നത്. ഇല്ലെങ്കിൽ എല്ലാം ഹറിബറിയാണല്ലോ, അറിയാമല്ലോ, സ്കൂളിൽ പോകുന്നതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്ന് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ രാവിലെ ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഓരോ കടമ്പകളിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ടുപേരും അവിടെ വഴക്കൊക്കെ നടക്കുന്നുണ്ട്. എന്താ പ്രശ്നമെന്നൊന്നും എനിക്കറിയാൻ വയ്യ. അവിടെ ഇല്ലേ അവള് പറക്കി വെച്ച് അവള് കഴിവട്ടെ കരി ഇറങ്ങത്തില്ല. ഇവിടെ നൂഡിൽസ് നോക്കി കൊണ്ടുപോകുന്നു. അപ്പോൾ രാവിലെ ഏട്ടൻ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം കേട്ടോ. ഒന്നവിടെ ബാക്ക് വശമാണ്. അവിടെ നമ്മൾ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്. അപ്പം പോച്ചയൊക്കെ കയറി ഇങ്ങനെ കിടക്കായിരുന്നു. തൊഴിലുറപ്പിൻ്റെ അവർ വന്ന് ചെയ്തായിരുന്നു കേട്ടോ. പക്ഷേ പിന്നെ പെട്ടെന്നാണ്, ഒരു 2 മാസം പോലും ആയില്ല, അതിന് മുന്നേ ഇത്രയും പോച്ചയും കരിയിലും എല്ലാം കയറി ഭയങ്കരമായിട്ട് അഴുക്കായി കേട്ടോ. അപ്പോൾ ഏട്ടൻ അതെല്ലാം ഒന്ന് വൃത്തിയാക്കുകയാണ്. അപ്പോൾ ഇനി ഒന്നേന്ന് ഇനി കിളച്ചൊക്കെ തുടങ്ങണം. അപ്പോൾ അതിന് മുമ്പേ ഉള്ള വൃത്തിയാക്കലാണ് കേട്ടോ. കപ്പ് തരാണ്. അപ്പോൾ രാവിലെ നമ്മൾ ഗോതമ്പിൻ്റെ പുട്ടുണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. പുട്ടും അതുപോലെ കിഴങ്ങറി. അപ്പം വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുഴച്ച് വരുമ്പം ഒരുപാടങ്ങ് വെള്ളം ആവുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ കുഴക്കട്ടയാക്കും കേട്ടോ. അതുകൊണ്ടാണ് വിചാരിക്കുന്നത് എന്ന് പറഞ്ഞത്. എനിക്ക് പലപ്പോഴും ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഏട്ടൻ്റെ അടുത്ത് പറയും, ഏട്ടാ ഇന്ന് നമുക്ക് പുട്ടുണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് മിക്കവാറും അത് കുഴക്കട്ടയായിട്ട് മാറും കേട്ടോ. അപ്പോൾ വൈശുവും വൈശയും കൂടെ അച്ചായി കളിക്കുന്നിടത്തൊക്കെ കിടന്ന് കറങ്ങാണ് കേട്ടോ. ഞാൻ പാൽ കുടിക്കാനൊക്കെ വിളിച്ചിട്ട് വരുന്നതേ ഇല്ല. പിന്നെ ഇവിടെ 2 പൂച്ചയുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ അല്ല, നമ്മൾ വളർത്തുന്നതൊന്നുമല്ല, ഇവിടെ എപ്പോഴും വന്നിങ്ങനെ കിടക്കും. വൈശുവിനും വൈശയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവരുടെ പുറയിൽ ഇങ്ങനെ നടക്കാൻ. അടുത്തോട്ടൊന്നും പോവില്ല, ഇവരിങ്ങനെ അടുത്ത് അടുപ്പിക്കത്തില്ല കേട്ടോ. ഇവരങ്ങ് ഓടി ഓടി ഇങ്ങനെ പോകും. എന്നാലും ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വിളിച്ച് വിളിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ എപ്പോഴും. ആടന്ന് ഓടുന്നു. അവനല്ല അവള്. എന്നാലും പിള്ളേരെന്ത് ചെയ്യായിരിക്കും?
ഇവിടുന്ന് അങ്ങോട്ട് ഓടിപ്പോയത് അയാൾ കണ്ടില്ലേ? അയ്യോ ഉരുണ്ട് വീണ്. അയ്യേ ഇത് കളിക്കുന്നില്ലല്ലോ ഏട്ടാ. ഇത് ഇടയ്ക്കിടയ്ക്ക് പിഴുതു നോക്കും വേര് വന്നു കേട്ടാ. കേട്ടാ അവിടെ വെക്കടോ. നിന്റെ അവിടെ വെക്ക് ഗ്ലാസ്. കുറച്ചല്ല തോനെ ഉണ്ട് താണ്ട. എടുത്ത് കുടിക്ക്. എവിടുന്നാ കുടിക്കുന്നെ? വെളിയിൽ പോണോ അതോ ഇവിടെ ഇരിക്കുവാന്നോ? വൈശിക ചായ കുടിക്കുക. വൈശോ ഇവിടെ വാ. കൊള്ളാവോ? എവിടെ ഓടുന്നേ? മൊത്തം കുടിച്ചിട്ട് പോടേ. എവിടെ പോവാ നീ? രണ്ടുപേരും പാല് കളഞ്ഞിട്ടങ്ങ് പോയതാണ്ടേ. ഇങ്ങോട്ട് വാ. കുടിക്ക്. നീ കുടിക്ക്. അപ്പൊ അതേ വിട്ടിരുന്നോട്ടെ, നീ കുടിക്കാൻ. കുടിയടി നക്കാതെ. അപ്പം ഞാനിവിടെ പുട്ടുണ്ടാക്കുന്ന സമയം കൊണ്ട് മാവിയും വൈശൊക്കെ വെളിയിൽ കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടന് പോയിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ്റെ പണിയൊക്കെ ഒരുവിധം കഴിഞ്ഞു. ഇനി ഫുഡ് കഴിക്കുക, ഏട്ടന് ഓഫീസിൽ പോകണം കേട്ടോ. അപ്പോൾ റെഡി ആവണം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പുട്ടുണ്ടാക്കുകയാണ്. അപ്പോൾ എന്നോട് വീഡിയോ എടുക്കാൻ പറഞ്ഞു കേട്ടോ. എന്നാൽ ഞാൻ പറഞ്ഞു എനിക്ക് സമയമില്ല, പുട്ടൊക്കെ റെഡി ആക്കുമല്ലേ, അപ്പോൾ അതുകൊണ്ട് സമയമില്ല, ഏട്ടൻ തന്നെ എടുക്കാണെന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും കൂടി ഇന്ന് കളിക്കുകയാണ് കേട്ടോ. നമ്മൾ പണ്ടൊക്കെ കളിക്കത്തില്ലേ ഇങ്ങനെ പാളയിൽ കയറി ഇരുന്നിട്ട് വലിച്ചുകൊണ്ട് പോകുന്ന വണ്ടി. അപ്പോൾ ഇവർ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ കളിക്കും കേട്ടോ. ആദ്യമായിട്ടൊന്നുമല്ല, ഇടയ്ക്ക് ഇതിന് മുമ്പ് ഇങ്ങനെ ഒരു പ്രാവശ്യം കളിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ വീണ് കിട്ടിയതായതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് കളിക്കുകയാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മുടെ പുട്ടും കിഴങ്ങറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കിഴങ്ങറി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം മുളകിടാന്നാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷേ മുളകിടാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടതാണ് ഈ ഒരു ചുമന്ന കളറിലിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നല്ല പച്ച കളറിൽ ഇരുന്നേനായിരുന്നു. പിന്നെ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഏട്ടൻ റെഡിയായി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ കിടപ്പുണ്ട്. നമ്മൾ രാവിലെ ഉണ്ടാക്കിയതും ചായ ഇട്ടതൊക്കെ ആയിട്ടുള്ള കുറച്ച് പാത്രങ്ങളുണ്ട്. അപ്പം അതെല്ലാം ഒന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ. അപ്പം തലേ ദിവസത്തെ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, അപ്പോൾ അതും ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുകയാണ്.
അപ്പോൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് അവിടേക്കൊന്ന് ചെറുതായിട്ടൊന്ന് തുടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നും ഒന്നും ചെയ്യാൻ സമയം കിട്ടത്തില്ല. വൈഷുവിന് പോകേണ്ട ദിവസമാണെങ്കിൽ ഒട്ടും പറ്റില്ല കേട്ടോ. അപ്പോൾ ഇന്ന് പോകണ്ടാത്ത ദിവസമായതുകൊണ്ട് കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കുവാണ്. അമ്മ ഇത്രയും പെട്ടെന്ന് നമുക്ക് ജോലി ഉണ്ടായിരുന്നു കൈകൾ അരി അടപ്പയിട്ടിട്ട് വരാം. വച്ചിട്ട് വരാമെന്ന് യൂട്യൂബ് വെച്ച് തരാം. അരി അടപ്പയിട്ടിട്ട് വരാം. ഇപ്പോൾ വരാം. അപ്പം ഞാൻ അരിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മളെ രാവിലെ ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മുടെ അടുപ്പിൻ്റെ അവിടെയൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തു കേട്ടോ. പിന്നെ ഡൈനിങ് ടേബിൾ അറിയാമല്ലോ, ഇപ്പോൾ ഇവർ എപ്പോൾ ഫുഡ് കഴിച്ചാലും അതിൻ്റെ മുകളിലും താഴെയും ഫുള്ളാക്കും. അപ്പോൾ ഞാൻ അതുകൊണ്ട് അതും കൂടി ഒന്ന് തുടച്ചൊക്കെ വൃത്തിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. എന്നുവെച്ചാൽ എന്നെക്കൊണ്ട് പറ്റുന്ന സമയത്തൊക്കെ ഞാൻ ഇതുപോലെ വൃത്തിയാക്കി വെക്കാറുണ്ട്. മിക്കവാറും ഫുഡ് കഴിക്കുമ്പോഴെല്ലാം നമ്മൾ വൃത്തിയാക്കുമല്ലോ. പിന്നെ നമ്മൾ തലേ ദിവസം കഴുകിയ കുറച്ച് തുണിയാണ് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ഉണങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ്റെ തുണികളാണ് ഫുള്ള്. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് വിരിച്ചിട്ടു. ഞാൻ പത്രം അങ്ങനെ വായിക്കാറേ ഇല്ല കേട്ടോ. പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് എടുത്ത് വെച്ച് നോക്കും, എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് വല്ല സംഭവങ്ങളും വല്ലതും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കും. അല്ലാണ്ട് ഞാൻ വായിക്കത്തില്ല. പിന്നെ ചില ഹെഡിങ്ങുകൾ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഹെഡിങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കും എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഫുള്ള് അങ്ങനെ പത്രം ഞാൻ വായിക്കാറേ ഇല്ല. കുറേ വർഷങ്ങളായി ഞാനങ്ങനെ പത്രങ്ങൾ വായിച്ചിട്ട്.
അപ്പം മാവ എൻ്റെ കൂടെ തുണി വിരിക്കാനെന്ന് പറഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എവിടേക്കോ കറങ്ങി നടക്കണം, അയ്യത്തൊക്കെ പോയി എന്തൊക്കെയോ പറക്കിക്കൊണ്ട് വരുന്നത് കണ്ടു കേട്ടോ. വാവേ ഇങ്ങനെ പത്രം എടുത്തു തന്നെ വാവേ, വല്ല പറന്നു പോയ പത്രം എടുത്തു തന്നെ വാ. ഐഷു അപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ ഷീറ്റൊക്കെ അങ്ങ് മടക്കി വെക്കാം. നമ്മൾ മിക്കവാറും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇവർ ഉറങ്ങുമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് പോവും, വൈഷു മിക്കവാറും ഉറങ്ങിക്കിടക്കുമായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഷീറ്റ് മടക്കി വയ്ക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ പിന്നെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യാറ്. അപ്പം എന്നും ഇതൊക്കെ ചെയ്ത് വെക്കാറുണ്ട്. പക്ഷേ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി പുതപ്പൊക്കെ ചിലപ്പോൾ എടുത്ത് പുതയ്ക്കും, തണുക്കുവാണെങ്കിൽ പുതയ്ക്കും, അല്ലെങ്കിൽ കുളിച്ചിട്ട് വരുമ്പോൾ തണുക്കുന്നു എന്ന് പറഞ്ഞിട്ട് എടുത്ത് പുതയ്ക്കും. അപ്പം അങ്ങനെയൊക്കെ പെട്ടെന്ന് മെസ്സാവും കേട്ടോ. ഫുള്ള് മിക്കവാറും ദിവസങ്ങളിൽ മെസ്സാവും. അപ്പോൾ ഞാനും വൈഷുവും കൂടെ ഇവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് മറ്റേ ചട്ടമ്പീസിൻ്റെ യൂട്യൂബ് ചാനലാണ്. ഇപ്പോൾ ഈ ഇടയായിട്ട് വൈഷു ഇതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഞാനും ഇങ്ങനെ ഇടയ്ക്കിരുന്ന് കാണും. എനിക്ക് ഇവരെ കാണുന്നതേ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇവള് കണ്ട് ഇപ്പം ഞാനും ഇവരുടെ ഫാനായി. ഇവരുടെ മിക്കവാറും എല്ലാ വീഡിയോസും ഞാനും ഇവളും കൂടി ഇരുന്ന് കാണും. വൈഷയ്ക്ക് അങ്ങനെ യൂട്യൂബ് ചാനലൊന്നും കാണുന്നത് ഇഷ്ടമല്ല. അവൾ കണ്ട് ഫോണിൽ കളിച്ചുകൊണ്ട് കിടക്കുക. ഇടയ്ക്ക് ഇച്ചിരി നേരമൊക്കെ ഇങ്ങനെ ഷോർട്സ് കാണാൻ ഞാൻ കൊടുക്കും കേട്ടോ. വലിയ ബഹളമൊക്കെ വെക്കുവാണെങ്കിൽ കുറച്ച് നേരം കൊടുക്കും. വായിന്നെടുക്കത്. അപ്പം ഞങ്ങളുടെ ഒരുവിധം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് രാവിലത്തെ, അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ചുമ്മാതെ ഇങ്ങനെ കിടക്കൂട. എന്നിട്ട് ടി വി ഒക്കെ കാണും. കുറേ നേരം വെറുതെ ഇങ്ങനെ ഇരിക്കും, കിടക്കും, ചുമ്മാ ടി വി കാണും, ഫോൺ കാണും. പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്ക് നമ്മുടെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോകത്തുള്ളൂ. ഇല്ലേ ബാബേ? ഞങ്ങൾക്ക് റെസ്റ്റ് അടുക്കളയിൽ. പൈസക്ക് എന്തെടുക്കുവാടി? പൈസക്ക് എന്തെടുക്കുവാടി? ഉള്ള കളിപ്പാട്ടെല്ലാം തട്ടി അവിടെ ഇട്ടോ. തറയിലും കട്ടിലേലും മൊത്തം കളിപ്പാട്ടം വാരി ഇട്ടേക്കോ. പറക്കി വെക്കൂ അത്. എന്തുവാ? കളിച്ചിട്ട് പറക്കി വെക്കുവോ? വെക്കുവോ? പാവ എന്തിനാ ഇവിടെ കൊണ്ടിട്ടേക്കുന്നേ? പാവ എന്തിനാ ഇവിടെ കൊണ്ടിട്ടേ? പിന്നെ ഒരെണ്ണം എന്തി കൊണ്ടുപോയോ? പാടക്കുന്നു. ഇനി ഞങ്ങൾക്ക് ആവുന്ന മണിക്ക് പോയാൽ പോരായോ? ആവുന്ന മണിക്ക് പോയാൽ പോരായിരുന്നു. അങ്ങ് മാറ്.
അപ്പോൾ ഏട്ടന് ഈ ബ്ലൂ അതുപോലെ പിങ്ക് കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കടയിലൊക്കെ പോകുന്ന സമയത്ത് ആ കളർ തന്നെ എടുക്കും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 2 പ്രാവശ്യം പോയപ്പോഴും ഞാൻ പറഞ്ഞു ഏട്ടാ അത് വേണ്ട അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ കേട്ടില്ല. ആ ഷർട്ട് തന്നെ എടുത്തു. അപ്പോൾ ഇപ്പോൾ പോയപ്പോഴും ആ ഷർട്ട് തന്നെയാണ് കേട്ടോ എടുത്തത്. ഏട്ടൻ ആ ബ്ലൂ കളർ തന്നെ എടുക്കത്തുള്ളൂ. അതുപോലെ എനിക്ക് ഡ്രസ്സ് മേടിച്ചുകൊണ്ട് തന്നാലും ഏകദേശം ഒരു ബ്ലൂ കളർ വരുന്ന ആ ഒരു ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ കൂടുതലും എടുത്തു തരുന്നത്. അപ്പോൾ ഏട്ടൻ്റെ ഷർട്ടൊക്കെ എടുത്ത് നമ്മൾ സ്റ്റാൻഡിലിട്ടു. പിന്നെ കുറച്ച് പാൻറ്റും കുറേ തുണികളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മടക്കി നമ്മൾ അലമാരിയിൽ വെച്ചിട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചക്കലത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ വെച്ച് രസം ഉണ്ടാക്കാമെന്ന്. മിക്കവാറും സാമ്പാറാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് പച്ചക്കറികളൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെച്ചൊരു കുഞ്ഞ് രസം വെക്കാമെന്ന്. അപ്പം മുളകൊന്നും ഇടാത്ത ഒരു രസമാണ് കേട്ടോ. പച്ചമുളക് കൂടി ഇട്ടാൽ അത്രയും കൂടി എരിയായിരിക്കും. അപ്പോൾ നമ്മൾ മുളക് സ്കിപ്പ് ചെയ്തിട്ട് കുറച്ച് മുളക് പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് വറുത്തിട്ട് ആദ്യം വെളുത്തുള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കും. അതും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, അതുപോലെ കുറച്ച് ഉലുവാപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഇടാം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് മാത്രം മതി, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് വീതം ഇടും. അപ്പോൾ തോനെ വേണ്ടുന്നവർക്ക് അവരവരുടെ അളവനുസരിച്ചിടാം. അപ്പം അതെല്ലാം കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ഇത് വഴറ്റുന്നതിൻ്റെ കൂടെ നമ്മളൊരു കായത്തിൻ്റെ ഒരു കഷ്ണം കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊടിയുള്ളവർ നമ്മൾ പൊടിയിടുന്ന സമയത്ത് കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ മതി. അല്ലാതെ കഷ്ണമാണെങ്കിൽ നമ്മൾ എണ്ണ ഒഴിക്കുമ്പോൾ തന്നെ ഇടുന്നതായിരിക്കും നല്ലത് കേട്ടോ. അടുപ്പി തൊടല്ലെന്ന് പറഞ്ഞപ്പം അടുപ്പി തൊടുന്നോ? അഹങ്കാരി ഇല്ലേ? അപ്പം ഞാൻ തക്കാളി വഴറ്റിയിട്ടാണ് കേട്ടോ രസം ഉണ്ടാക്കുന്നത്. അപ്പം എന്നാലും ഇച്ചിരി പുളിയുടെ കുറവുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ട് ശകലം പുളി പിഴിഞ്ഞ് ആ വെള്ളം അതിനകത്തോട്ട് ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് കുരുമുളക് പൊടി ഇടുകയാണെങ്കിൽ അതിൻ്റെ നല്ലൊരു ഫ്ലേവറും കുറച്ച് ടേസ്റ്റും കൂടി കാണും കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് ഇടുന്നില്ല, പിള്ളേർക്ക് കൊടുക്കേണ്ടതായതുകൊണ്ട് ഒരു ശകലം മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. അപ്പം ഒരുപാട് എരി ആവശ്യമുള്ളവർ ഇഷ്ടമുള്ളവർ ഒരുപാട് ഇടാം കേട്ടോ. എത്ര എരി വേണമെന്നുണ്ടെങ്കിലും അത്രയും കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്.
ഞാനിപ്പോൾ ബീറ്റ്റൂട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ആദ്യം ഞാൻ മുളകാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ മുളക് ഇട്ടിട്ട് അതിൻ്റെ പുറത്തോട്ട് പെട്ടെന്ന് തന്നെ ബീറ്റ്റൂട്ട് അല്ല ഉള്ളിയൊക്കെ അരിഞ്ഞത് ഇടണം കേട്ടോ, അല്ലെങ്കിൽ മുളക് പൊട്ടിത്തെറിക്കും, നമ്മുടെ ദേഹത്തൊക്കെ വീഴും. അല്ലെങ്കിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ചൂടാക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ദേഹത്ത് പൊട്ടിത്തെറിച്ച് വീഴും. അപ്പോൾ ഞാനിത് കീറിയൊന്നും ഇടുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് എരി ഇറങ്ങിയാൽ എനിക്ക് തിന്നാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് എനിക്ക് മാത്രമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ ഇത് കഴിക്കില്ല, പിള്ളേരും ഇത് കഴിക്കില്ല. അപ്പം എനിക്ക് ഇപ്പം ബ്ലഡിൻ്റെ കൗണ്ട് കുറവാണ്. അപ്പം അത് കൂടാൻ വേണ്ടിയിട്ട് ഇപ്പം ബീറ്റ്റൂട്ട് മിക്കവാറും മെഴുക്കുവരട്ടി തോരനൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. അപ്പം ഇത് അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ ഈ മുളക് ഇടുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഈ വറുത്ത മുളക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ സാധാ പച്ചമുളക് വറുത്ത് കഴിക്കുന്നത് കേട്ടോ. മാവ ഉടുപ്പിന്ന് വിടയോ വീഴുന്നത് കാണിക്കുവാ. അയ്യേ അഴുക്ക ഇവിടെ എല്ലാം തൂത്തില്ല. എണ്ണീര് എഴുന്നേക്ക് വരാം, അങ്ങോട്ട് പോ, ഇത് ഉണ്ടാക്കി വെച്ചിട്ട് വരാം. പോ പോ അവിടെ പോയി ഇരിക്കിച്ചല്ലേ, കഷ്ടോ. അയ്യേ തറ കിടന്ന് ഉരുളാതെ. ഇത് നമ്മുടെ വൈഷുവിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ വഴുതനങ്ങ ഫ്രൈ ആണ്. സ്പെഷ്യലൊന്നുമല്ല, നമ്മൾ സാധാരണ മീൻ വറക്കുന്നത് പോലെ പൊടിയൊക്കെ ഒന്ന് മസാലയൊന്ന് പുരട്ടി എന്നിട്ട് വറുത്തെടുക്കാം. മീൻ വറക്കുന്നത് പോലെ തന്നെ പൊള്ളിച്ച് വറുത്തെടുക്കാം. അപ്പോൾ എണ്ണയ്ക്കകത്തിട്ടൊന്ന് വറക്കൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒരു എണ്ണ കുറച്ച് ശാലം ഒഴിച്ചിട്ട് നമ്മൾ മീൻ പൊള്ളിക്കില്ലേ, അപ്പോൾ അതുപോലെ തന്നെ പൊള്ളിച്ചെടുത്താൽ മതി. അല്ലാതെ എണ്ണയ്ക്കകത്തിട്ട് കോരി വറുത്തെടുക്കുകയൊന്നും വേണ്ട. പിന്നെ പിള്ളേർക്ക് ശകലം എണ്ണയൊക്കെ കഴിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. കുഞ്ഞു പിള്ളേർക്ക് അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഒരുപാട് അധികം കൊടുക്കാതിരുന്നാൽ മതി. നമുക്ക് അത്യാവശ്യത്തിനൊക്കെ എണ്ണ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വൈഷുവിനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇത് ഇവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കഴിക്കും. എന്ന് വെച്ചാൽ ചോറിൻ്റെ കൂടി ഇത് മാത്രം ഉണ്ടെങ്കിലും അവർ രണ്ടുപേരും കഴിക്കും കേട്ടോ. എന്താ ചിക്കൻ കാലി അടിക്കുന്നു വൈശിക്കേ, ഇങ്ങോട്ട് നോക്കിയേ. ഓ എരിയില്ലയോ, കൊള്ളാവോ? അപ്പോൾ ഏട്ടൻ വരത്തില്ല എന്ന് പറഞ്ഞു ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നെങ്കിൽ ഇവർക്ക് ആദ്യം കൊടുക്കാം. അപ്പോൾ ഇവർ ആദ്യം കൊടുത്ത് ഇവരുടെ ഒരു ബഹളമൊക്കെ ഒന്ന് ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കഴിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ ആദ്യം അവർക്ക് കൊടുക്കാമെന്ന്. മാത്രമല്ല അവർ ഭയങ്കര ബഹളമായിരുന്നു, എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട്, ചോറ് വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞിട്ട് ബഹളമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ചെന്നെങ്കിൽ അവർക്ക് ആദ്യം കൊടുക്കാം, അത് കഴിഞ്ഞിട്ട് ഞാൻ തിന്നാമെന്ന് വിചാരിച്ചു. സാധാരണ ഞാൻ ആദ്യം കഴിക്കാറാണ് കേട്ടോ പതിവെന്ന് വെച്ചാൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഫുഡ് കഴിക്കാൻ. എനിക്ക് പ്രഷറൊക്കെ കുറയുന്ന ഒരു ഫീലൊക്കെ തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്കവാറും ആദ്യം ഞാനാണ് കഴിക്കാറ്. ഇന്ന് പക്ഷേ അവർ ഇങ്ങോട്ട് ചോദിച്ചു കേട്ടോ ചോറ് വേണമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ച് വന്നെങ്കിൽ കൊടുക്കാം. ചോദിക്കുമ്പോൾ തന്നെ കൊടുക്കണം, പിന്നത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അവർ കഴിച്ചു എന്ന് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇളക്കി വാരി രണ്ടുപേർക്ക് കൂടി കൊടുക്കുകയാണ് കേട്ടോ. മിക്കവാറും ഇവർ തനിയെ വാരി കഴിക്കാറാണ് പതിവ്. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു ഞാൻ വാരി കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നാലും രണ്ടുപേരും സമ്മതിച്ചു. അപ്പം മിക്കവാറും ദിവസങ്ങളിൽ ഇവർ തനിയെ വാരി കഴിക്കാറാണ് കേട്ടോ. ഇന്നെന്തോ പറ്റി. അപ്പം ഈ ഇടയായിട്ട് പക്ഷേ അവർ ഞാൻ വാരി കൊടുത്താലും കഴിക്കും. എന്തോ പറ്റിയതാണെന്ന് എനിക്കറിയാൻ വയ്യ. അപ്പോൾ ചോറൊക്കെ കഴിച്ചിട്ട് വൈശിക ഉറങ്ങി കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കും, കളിക്കുകയൊക്കെ ചെയ്യും, ടി വി കാണും, അല്ലെങ്കിൽ ഫോൺ കാണും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ കാണും. പിന്നെ അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങും കേട്ടോ. അപ്പോൾ രണ്ടുപേരും കിടന്നുറങ്ങണം. അപ്പോൾ ആദ്യം വൈശിക ഉറങ്ങി, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ വൈശു ഉറങ്ങിയത്. ഇനി കുറച്ചൊരു 7 മണിയൊക്കെ ആവാറാവുമ്പോഴാണ് ഇനി ഇവർ എഴുന്നേൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. ഞാൻ ഇനി വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ ബൈ ബൈ.